എത്ര ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പരീക്ഷ ഇവാലുവേഷനും റിസൾട്ടും ഒക്കെ വരുന്നത്? ഇപ്പോൾ ഡയറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഡയറ്റുകൾ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരുണ്ട്. നമുക്ക് ആണ്ടോടാണ്ട് അധ്യാപകരുടെ പൂള് ഉണ്ട് നമുക്ക്. അത് ഈ സംവിധാനത്തിൽ വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു ക്രമമാണ്, ഒരു സംവിധാനമാണ്. അത് അക്കാദമികമായ എല്ലാത്തരം കെട്ടുറപ്പോടും കൂടി തുടരുന്നൊരു സംവിധാനമാണ്. ക്ലാസ്സുകൾ നടക്കുന്നത് ഇതുപോലുള്ള നമ്മുടെ പൊതുവിദ്യാഭ്യാസ ആസ്തികളായിട്ടുള്ള സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സ്കൂളുകളിലാണ് ആ ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ എത്ര സമാന്തര പ്രവർത്തനമാണ് എന്ന് കാണേണ്ടതുണ്ട് നമ്മൾ. അപ്പോൾ അവിടെ നടക്കുന്ന ഈ ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് പരീക്ഷാ സംവിധാനം 10ും പ്ലസ് 2ും പരീക്ഷ നടത്തുന്നത് പൊതുവിദ്യാഭ്യാസ പരീക്ഷാ വകുപ്പ് തന്നെയാണ്. ഇത് നമ്മൾ തന്നെ നേരിട്ട് പരീക്ഷ നടത്തുന്ന പരീക്ഷയാണ്. എങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട നല്ല യോഗ്യതയുള്ള TTC DLD ഒക്കെ പാസ്സായ അധ്യാപകർ തന്നെയാണ് ഇതിൻ്റെ ചോദ്യപേപ്പർ നിർമ്മാണം അടക്കം നമുക്ക് SCERT അംഗീകരിച്ചിട്ടുള്ള കരിക്കുലമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കരിക്കുലവും സിലബിയും ഒക്കെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ആ റിസൾട്ട് വൈകാതെ തന്നെ, അധികം താമസം ഉണ്ടാവില്ല, നമ്മൾ തന്നെ നേരിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ എണ്ണം കുറഞ്ഞു വരികയാണ് പഠിതാക്കളുടെ. അത് നല്ലതാണ്, കേരളത്തെ സംബന്ധിച്ച് ഗുണപരമായ മാറ്റമാണ്. സ്വാഭാവികം അത് അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ ആ അധ്യാപകർ പേപ്പർ നോക്കുന്നു, അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്, അതാണ് പറയേണ്ടത്. ഇതിനൊക്കെ ഞങ്ങൾക്ക് താഴ്ത്തട്ടിൽ നേതൃത്വം കൊടുക്കുന്നത് 1600ഓളം വരുന്ന സാക്ഷരതാ പ്രേരകന്മാരാണ്. വർഷങ്ങളായി ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ അങ്ങനെയാണ്, വിജ്ഞാനം കൊണ്ട് എത്തിച്ചേരാൻ കഴിയാതെ, ഒരുപക്ഷെ ജീവിതത്തിൽ വലിയ വിജയിച്ച ആളുകളാണ് അവർ. ജീവിതത്തിൻ്റെ അറിവ് കൊണ്ടും അധ്വാനം കൊണ്ടും ഒക്കെ ഒരുപാട് വിജയിച്ച മനുഷ്യർ ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവ് ഉള്ളത് പരിഹരിക്കാനായിട്ട് അവർ വീട് വിടാന്തരം പോകുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഇന്ദ്രൻസിനെ പോലെ ഒരു പഠിതാവിന് ഭിന്നശേഷിക്കാരായ പഠിതാക്കളുടെ വീട്ടിൽ പോയിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിവർ തന്നെയാണ്, ഇവരുടെ ഇടയിൽ നല്ല യോഗ്യതയുള്ള ആളുകളുണ്ട്. ടീച്ചർ, ഇതിൻ്റെ ക്ലാസ് എങ്ങനെയായിരിക്കും, ഇതിൻ്റെ സംവിധാനം എങ്ങനെയാണ്? ശനി ഞായർ ദിവസങ്ങളിലും പൊതു അവധി ദിവസങ്ങളിലും ഇതുപോലുള്ള നമ്മുടെ സ്കൂളുകളിലാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്കൂളുകൾ ഒരു ഭാഗത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ പഠന സൗകര്യം ഒരുക്കുമ്പോൾ, ഒരുപടി വളരെ വേഗം മുന്നോട്ട് പോകുമ്പോൾ, മറുഭാഗത്തൊരു തണലായി സമൂഹത്തിലെ ഇങ്ങനെയുള്ള മനുഷ്യർക്ക് തണലായി ശനിയും ഞായറും അതിനുള്ള സംവിധാനം ഒരുക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ആ ക്ലാസ്സുകളിൽ ഇപ്പോൾ വരാൻ പറ്റാത്ത പഠിതാക്കളുണ്ട്. ഇപ്പോൾ റെഗുലറായിട്ട് ഇദ്ദേഹത്തെ പോലുള്ളവർക്ക്, ഭിന്നശേഷിയുള്ളവർക്ക്, തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകൾക്ക്, നമ്മുടെ ആശാവർക്കർമാരൊക്കെ ഉണ്ട്. അങ്ങനെ നിത്യേന, ഏതാണ്ട് അവധി ദിവസം ഇല്ലാതെ നിത്യേന തൊഴിൽ രംഗത്ത് പോകുന്ന മനുഷ്യർക്ക് പലപ്പോഴും റെഗുലർ ക്ലാസ്സുകൾ ഇങ്ങനെ എത്താൻ കഴിയാറില്ല. വളരെ കുറച്ച് പേർക്കേ ഉള്ളത്. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ വിജയലക്ഷ്മിയെ പോലുള്ള അവരാണ് മെഡിക്കൽ കോളേജ് സ്കൂളിൻ്റെ സെൻട്രൽ കോർഡിനേറ്ററും ഇതിന് പ്രചോദനമായതും. എൻട്രൻസ് മെഡിക്കൽ കോളേജ് സ്കൂളിലെ ഒരു പരിപാടിക്ക് എത്തുമ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീ DR അനിൽ ബഹുമാനപ്പെട്ട കൗൺസിലറാണ്, അദ്ദേഹത്തിൻ്റെ ഇങ്ങനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു, എനിക്കും പഠിക്കണം. ആ സ്കൂളിലെ പ്രിൻസിപ്പൽ അവരെല്ലാം കൊടുത്തൊരു പ്രചോദനമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയൊരു സാധ്യതയുണ്ടല്ലോ എന്ന് തിരിച്ചറിയുകയും പഠനക്രമത്തിലേക്ക് വരാൻ. അപ്പോഴാണ് 10ാം തരം നേരിട്ട് എഴുതാനാവില്ല, അപ്പോൾ പിന്നെ 7ാം തരം പാസ്സായണം എന്നുള്ള കാര്യം വരികയും 7ാം തരം എഴുതാം എന്ന നിലപാടിലേക്ക് വരികയും. ഇപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹിന്ദി മാത്രം, മലയാളമേ എനിക്ക് വേറൊന്നും അറിയില്ല എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ എത്ര ഉയരത്തിലും അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ട് പറയുന്നതാണ്. മറ്റേത് പഠിതാവിനേക്കാളും ഭംഗിയായിട്ട് വേഗത്തിൽ അദ്ദേഹം പഠിച്ചെടുത്തു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. വീട്ടിൽ പോയിട്ടുള്ള ഇവർക്കൊക്കെ തന്നെ അറിയാം. ഞങ്ങളുടെ അസിസ്റ്റൻ്റ് കോർഡിനേറ്ററായിട്ടുള്ള സജീവ് ഒക്കെ തന്നെ ഇവർ നിരന്തരം അദ്ദേഹത്തിന് പിന്തുണയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അധ്യാപകർ പലരും അദ്ദേഹത്തെ വീട്ടിൽ തന്നെ സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് പേർ നമുക്ക് പഠിതാക്കളുണ്ട്, അവർക്കൊക്കെ നിരന്തര പിന്തുണയായിട്ട്. ഇപ്പോൾ 105 വയസ്സുകാരി മലപ്പുറത്ത് ഇത്തവണ സാക്ഷരത പാസ്സായി. അപ്പോൾ അവരും എല്ലാ ക്ലാസ്സിലും എത്താൻ പ്രയാസം വരുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടാണ് അവരെ സഹായിച്ചത്. ഭിന്നശേഷിക്കാർ ഈ കഴിഞ്ഞ 2 പരീക്ഷയിലും നിരവധി ഭിന്നശേഷിക്കാർ പരീക്ഷ എഴുതിയിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കൂടി സഹായത്തോടു കൂടി വീട്ടിലിരുന്ന് പരീക്ഷ എഴുതുകയാണ് അവർ ചെയ്തത്. ഡയറ്റിൻ്റെ പ്രതിനിധികൾ, സ്കൂളിൽ നിന്നുള്ള അധ്യാപകരുടെ പിന്തുണ ഒക്കെ കൂടി അങ്ങനെ ഒരു എന്താ പറയുക, നിശബ്ദമായൊരു വിപ്ലവം വിദ്യാഭ്യാസ രംഗത്ത്, അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്ത് ഒരു നിശബ്ദ വിപ്ലവം, പക്ഷേ ഏറ്റവും തെളിച്ചമുള്ളൊരു വിപ്ലവം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എനിക്ക് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് എന്നെ സംബന്ധിച്ച് 10-30 വർഷം അധ്യാപികയായിട്ട് പ്രവർത്തിയെടുത്ത ഒരാളെന്ന നിലയിൽ വളരെ സന്തോഷവും അഭിമാനവും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇതിന് സമാന്തരമായിട്ട് ധാരാളമായ സാമൂഹ്യ സാക്ഷരതാ പരിപാടികൾ മറുഭാഗത്ത്, നിരക്ഷരതയ്ക്കും സാക്ഷരതയ്ക്കും പുതിയ കാലത്ത് പുതിയ നിർവചനം ആണെന്ന് നല്ല ബോധ്യത്തോടുകൂടി ഈ അക്ഷരജ്ഞാനവും അക്ഷരവെളിച്ചത്തിനും അപ്പുറത്തേക്ക്, അക്ഷരജ്ഞാനത്തിനും അക്കജ്ഞാനത്തിനും ഒക്കെ അപ്പുറത്തേക്ക് മറ്റ് ചില സാക്ഷരതകൾ കൂടി ജീവിതത്തിൽ വേണമെന്നുള്ളത് മറ്റേത് സമൂഹത്തെയും പോലെ മലയാളിയും തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിലൂടെയാണ് നമ്മൾ ഈ കഴിഞ്ഞ സർക്കാർ കാലയളവിൽ മുന്നോട്ട് വെച്ച നിരവധിയായ സാമൂഹ്യ സാക്ഷരതാ പദ്ധതികൾ, അതിപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ ബ്രെയിലി സാക്ഷരത വരെ